വാക്കാലം ഉറപ്പിച്ചതല്ലേ, ഇനി എന്ത് വേണമെങ്കിലും സംഭവിക്കാലോ. നിശ്ചയം കഴിഞ്ഞ് മാലയിടലും കഴിഞ്ഞ് വേണ്ടാന്ന് വെക്കുന്ന കല്യാണങ്ങളുണ്ട്. ചാരു അരവിന്ദാടിനെ തന്നെയാണെന്ന് അങ്ങ് മനസ്സുകൊണ്ട് ഉറപ്പിക്ക്. ചാരു എവിടെയും പോവില്ല. നിന്റെ അച്ഛന് അവൾ അത്രക്കിഷ്ട, ജീവനാ. അതുകൊണ്ട് ദൈവം അവളെ നിങ്ങളുടെ വീട്ടിലോട്ട് തന്നെ മരുമകളായിട്ട് കൊണ്ടുവരും. ഒന്നോർത്തോ, നമ്മൾ ആത്മാർത്ഥമായി എന്ത് വിചാരിച്ചാലും അത് തന്നെ നടന്നിരിക്കും. എടാ, അത് നടക്കും. ശരി. ഓ, വല്ല കാര്യമുണ്ടോടി? ഞാൻ പറഞ്ഞില്ലേ, എനിക്കും താല്പര്യമൊന്നുമില്ലല്ലോ. മനുഷ്യനെ മെനക്കെടുത്താനായിട്ട് ഓരോ കുരുപ്പം കൊണ്ട് ഇറങ്ങിക്കോളും. അവള് പറഞ്ഞതുകൊണ്ടല്ലേ. ഇല്ലേ പിന്നെ അതിന്റെ പേരിൽ ഇനി കല്യാണം മുടങ്ങിയാലോ? ആ, അതുകൊണ്ടാ ഞാൻ ഇറങ്ങിയില്ലേ. എവന്റെ ഒന്നും മുറ്റത്ത് കയറുന്ന എനിക്കിഷ്ടമല്ല. എനിക്ക് പിന്നെ അതിന്റെ ബാക്കിയാ. അവളുടെ മോൻ കാണണമല്ലോ. അത് നീ മിണ്ടാതിരുന്നേച്ചാ മതി. പറയാ ഇറങ്ങി നീ പോരാ. ഞാനൊന്നും മിണ്ടാൻ പോകുന്നില്ല. അവളായിട്ട് ചൊറിഞ്ഞു വന്നാ ഈ കുഞ്ഞോളം ഉണ്ടായിരിക്കത്തില്ലേ? ഓ, ശാന്തപ്പനല്ലേ ഇത്? ഇതുവരെ എങ്ങോട്ടാ? എടാ ഗോവിന്ദ, 10-30 കൊല്ലായില്ലേടാ നിന്നെ ഞാൻ കാണാൻ തുടങ്ങിട്ട്. എന്നിട്ട് ഈ മെക്കാടെ പണിയുന്ന ഒരു പ്രൊമോഷനും തന്നില്ലേടാ നിന്റെ മണുകുണാഞ്ച മുതലാളി വാദ്യാരി. ഒരു പ്രൊമോഷനും വേണ്ട ശാന്തപ്പ. 10-30 വർഷക്കാലേ അയാൾ എന്നെ പൊന്നുപോലെ നോക്കിയില്ലേ, അത് തന്നെ ധാരാളം. ഭയങ്കര. ഇനിയിപ്പോ അങ്ങനെയൊക്കെ പറഞ്ഞ് സമാധാനിക്കാം. ഈ സമയത്തെ നീ വല്ല സർക്കാർ ഓഫീസിന്റെ മുറ്റം തൂത്തിരുന്നേ, ഇന്ന് നീ ഒരു വില്ലേജ് ഓഫീസറെങ്കിലും. ഓ ശരി ശരി, ഉപദേശത്തിന് നന്ദി. അതുകൊണ്ട് അവിടെ ഉണ്ടടാ നിന്റെ ആ മണുകുണാഞ്ചം വള്ളിച്ചൊല്ല് വാദ്യാരി. ഒന്ന് വിളിക്കടാ, കാണട്ടെ. ആ വിളിക്കാം വിളിക്കാം. രാവിലെ കിട്ടുന്ന കൈയോടെ വാങ്ങിച്ചോ. ആ, എന്ത് കാര്യസാധന വന്നത്? എടാ, അങ്ങനെ വല്ലവന്റെ കാലുപിടിച്ച് കാര്യം സാധിക്കേണ്ട കാര്യമൊന്നും ഈ ശാന്തപ്പന് ഇല്ലടാ. അതൊക്കെ നിനക്ക്. ഓ ശരി ശരി. എടാ, നിന്ന് വാചോടിക്കാതെ നീ പോയി നിന്റെ മോലാലിയെ വിളിച്ചോണ്ടാ. ഓ രാവിലെ വന്നേക്കുന്ന രണ്ടും കൂടെ വേറെ വിശേഷമൊന്നുമില്ല. ഞാൻ പറഞ്ഞോളാം. രണ്ടും കൂടെ കെട്ടിയെടുത്തേക്കാ. നല്ല കാര്യത്തിനൊന്നുമല്ല വരുന്നത്. ഇങ്ങോട്ട് അടിപ്പരി. മോളെ, അച്ഛനെന്തേ മോളെ? അച്ഛൻ പുറകിലുണ്ടല്ലോ. ആ മാമ, ആരെ വള്ളത്തില്? അതാ ശാന്തപ്പന്റെ ഭാര്യ. ശാന്തപ്പനോ? അയ്യോ എന്റെ അമ്മോ. ആരെയും കാണാനില്ലല്ലോ. ഇനി ആ പടി ചവിട്ടില്ലെന്ന് ശപഥം ചെയ്തോനാ ഞാൻ. ആ പടിയോ? ആ പടിയല്ലേ, ഏത് പടിയല്ലേ, 18-ാം പടിയായാലും ശപഥം ചെയ്തോനാ ഞാൻ. പിന്നെ നിന്റെ ബാബു മുൻ ഒരു പെൺകോന്തനായതുകൊണ്ട് ഗതികെട്ട് എനിക്ക് പടി കയറി ചവിട്ടേണ്ടി വന്നു. ഇനി ഇവിടെ കിടന്ന് വഴക്കുണ്ടാക്കുക. കേറിയിരിക്കടി. എന്തോന്ന് 500 പടിയും മനുഷ്യനെ കൊല്ല. അയാൾ ഇങ്ങോട്ട് തന്നെ ലോഡി കതിച്ച് കയറി. കാണുന്നില്ലല്ലോ. എത്ര പറഞ്ഞാലും കേക്കില്ല. വാതിലും ജനലും ഒക്കെ തുറന്ന് മലർത്തി അങ്ങിട്ടേക്കും. വഴി കൂടെ പോയ കള്ളനും പിടിച്ചുപറിക്കാരനും കൊലപാതകയും കണ്ണി കണ്ട നാശങ്ങളെല്ലാം കേറി ഇറങ്ങി അങ്ങ് നിരങ്ങും. ഇതിനുള്ള മറുപടി നിങ്ങൾ കൊടുക്കണോ ഞാൻ കൊടുക്കണോ? ഒന്നും ഉണ്ടായിരടി, ഞാൻ പറയാം. അവറ്റകൾക്ക് മാത്രമേ നന്ദിയുള്ളൂ. എടോ ഗോവിന്ദ, ഞാൻ ആ പെണ്ണും പിള്ളയുടെ മോന്ത കാണാൻ വന്നതല്ല. താൻ തന്റെ ബഹുമാന്യനായ ബാലമാഷിനെ ഒന്ന് വിളിച്ചാട്ടെ. നേരത്തെ വള്ളത്തിൽ വന്നപ്പോഴേ ഇങ്ങനൊന്നും അല്ല പറഞ്ഞത്. വള്ളിത്തോടൽ, മണുകുണാഞ്ച മുതലാളി എന്നൊക്കെയാണല്ലോ. എനിക്ക് വായിത്തൊന്നതൊക്കെ ഞാൻ വിളിക്കും. അത്രയ്ക്ക് ബഹുമാനം എനിക്ക് അയാളെ. നിങ്ങൾക്ക് നാണമില്ലേ ഇവരോട് കിടന്ന് ചിലക്കാനായിട്ട്? നിങ്ങൾ അയാളെ വിളിച്ച് വന്ന കാര്യം പറയാൻ നോക്ക്. ഗോവിന്ദ,
ആ അവിടെയുണ്ട്. നാണമില്ല മാനമില്ല. പിന്നെ എന്ത് മലമറിക്കാൻ ഈ കയറി വന്നെന്നൊന്ന് ചോദിക്ക്. ഇവിടെ ഞാൻ ഉണ്ടല്ലോ. ഒന്നും മിണ്ടായിരിക്കാമേ. നമുക്ക് ഇഷ്ടപ്പെടാത്തവരാണെങ്കിലും വീട്ടിലോട്ട് കയറി വന്ന അവര് വിരുന്നുകാരാ. ഇഷ്ടമായില്ലെങ്കിൽ കാണാതെ അങ്ങ് പോയിക്കോണം. വന്നു കയറി അവരെ അപമാനിക്കരുത്. നിങ്ങളുടെ പെണ്ണുമ്പിള്ള പറഞ്ഞ പോലെ നാണവും മാനവും ഇല്ലാതെ വലിഞ്ഞു കയറി വന്നവരല്ല ഞങ്ങള്. നിങ്ങളുടെ ഒരു ഔദാര്യം ഞങ്ങക്ക് വേണ്ട. ഒരു ഗ്ലാസ് പച്ചവെള്ളം പോലും വാങ്ങി കുടിക്കരുതെന്ന് തീരുമാനിച്ച് തന്നെ ഞങ്ങൾ വന്നേക്കുന്നത്. ഓ പിന്നെ 4 കൂട്ടവും പായസവും ചേർത്ത് സദ്യ ഉണ്ടാക്കി തരാൻ ഇരിക്കില്ലേ ബാക്കിയുള്ളവര്. ഒന്നും മിണ്ടാതിരിക്കേ. നിനക്ക് ഇവരോട് സംസാരിക്കാൻ താല്പര്യമില്ലെങ്കിൽ അകത്തോട്ട് കയറിപ്പോ. അതെ, ഇവിടെ നിന്ന് ആരെങ്കിലും വന്നാലും കൊള്ളാം, വന്നില്ലെങ്കിലും കൊള്ളാം. അടുത്ത ഞായറാഴ്ച എന്റെ ചാരുമോളുടെ വിവാഹ നിശ്ചയം രാവിലെ 11 മണിക്ക്. നാട്ടു നടപ്പനുസരിച്ച് നേരിട്ട് വന്ന് വിളിക്കണമെന്ന് മോള് നിർബന്ധിച്ചു. മരുമോന് നിർബന്ധിച്ചു. അതുകൊണ്ടാ വന്നത്. അതുകൊണ്ടാ നാണം കെടുമെന്ന് അറിഞ്ഞിട്ടും വന്ന് പറയേണ്ടത് ഞങ്ങളുടെ ഒരു കടമയാണെന്ന് തോന്നി. അത് ഞങ്ങൾ ചെയ്തു. ഇവിടെ നിന്ന് എല്ലാരും വരണമെന്നൊന്നും ഞാൻ പറയുന്നില്ല. പെങ്ങളുടെ മോളോട് സ്നേഹം ഉണ്ടെങ്കിൽ പങ്കെടുക്കണം. ആ ഇനിയിപ്പോ ആരും വന്നില്ലെങ്കിലും നിശ്ചയിച്ച മുഹൂർത്തത്തിൽ തന്നെ ചടങ്ങ് ആഘോഷമായിട്ട് നടക്കും. ആ നന്നായിട്ടുണ്ട്. വിളിക്കാൻ വന്നവരുടെ മോന്ത അങ്ങ് കണ്ടേച്ചാലും മതി. തലേന്നേ വന്നങ്ങ് കൂടും. ഹേമേ, നിന്നോട് മിണ്ടാതിരിക്കാനാണ് ഞാൻ പറഞ്ഞത്. ഇത്രയും കേട്ടൊന്നും പോരെ. ഇനി ഇവരുടെ വീട്ടിലോട്ട് ചെന്ന് കയറി ഇവരുടെ തല്ലും കൂടെ വാങ്ങിച്ചാലേ നിങ്ങൾക്ക് സമാധാനാവും. നാട്ടു നടപ്പനുസരിച്ചതേ ഞങ്ങൾ വന്നു വിളിച്ചു. ഇനിയൊക്കെ നിങ്ങളുടെ ഇഷ്ടം. വാ, കഴിഞ്ഞില്ലേ? ഇറങ്ങടി. മുഴുവൻ പറഞ്ഞിട്ടില്ല, പിന്നെ പറഞ്ഞോളാം. അതെ, നിങ്ങൾ നിശ്ചയത്തിന് വിളിച്ചാലും ഇല്ലെങ്കിലും ഞാൻ വരും. ഏത് കൈലാസത്തിൽ കൊണ്ടുവച്ച് നടത്തിയാലും ഈ ബാലേന്ദ്രൻ അവിടെ വന്നിരിക്കും. കാരണം അവള് നിങ്ങളെ മകളാണെങ്കിലും എന്റെ കുടുംബത്തിന്റെ ഐശ്വര്യ അവള്. അവളുടെ കല്യാണം ഒരു ഉത്സവമായിട്ട് നടത്താനാണ് ഞാൻ ആഗ്രഹിച്ചിരുന്നത്. അവൾക്ക് നിങ്ങളുടെ വീട്ടിലോ സന്തോഷമോ സമാധാനമോ കിട്ടുന്നില്ല. ഇനി പോകുന്നിടത്തെങ്കിലും അത് കിട്ടിയാൽ മതിയായിരുന്നു. അതെ, അവളെ അങ്ങനെ കെട്ടിയൊഴിവാക്കി വിടുന്നല്ല. ഇതിനേക്കാളും നല്ല അന്തസ്സുള്ള ഞങ്ങളുടെ തറവാട്ടിലേക്ക് അവളെ കൊണ്ടുപോകുന്നത്. ഞങ്ങളുടെ ചെറുക്കനെ അവൾ ഇഷ്ടപ്പെട്ടത് തന്നെ നിങ്ങളുടെ ഭാഗ്യം. കോടീശ്വരനാണ് ചെറുക്കൻ. അവൻ ഇതിനേക്കാൾ നല്ല ബന്ധമൊക്കെ കിട്ടും. പക്ഷെ നിങ്ങളുടെ കൊച്ചിനെ ചുമക്കാൻ തീരുമാനിച്ചതേ എനിക്കും എന്റെ കെട്ടിയോനും സമാധാനം കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ടാ. കിടന്ന് ചെലക്കാതെ നീ വന്നേടി. ഇത്രയെങ്കിലും പറഞ്ഞില്ലെങ്കിലേ എനിക്ക് ഉറക്കം വരത്തില്ല. ഇത് ആരോടാ ഈ പറയുന്നത്? ബോധമുള്ളവരോട് പറഞ്ഞിട്ടല്ലേ കാര്യമുള്ളൂ. അങ്ങോട്ട് അവക്കടെ വായിലിരിക്കുന്ന കേൾക്കാനേ കുഞ്ഞുമൊക്കെ മനസ്സില്ല. അയ്യേ. നിശ്ചയം വിളിക്കാനാണെന്ന് പറഞ്ഞ് വന്നിട്ട് അപമാനിച്ചിട്ട് പോയത് കണ്ടല്ലോ. ചെന്ന് നാണം കിട്ടിട്ട് വാ. നാണം കെടാനൊന്നുമില്ല. ലോകത്ത് സകല ചെറ്റത്തരം ചെയ്യുന്ന ശാന്തപ്പൻ 10 മടക്കി ഇവിടെ കയറി വന്ന് വിളിച്ചില്ലേ? അപ്പൊ ചാരു അവനോട് എന്ത് പറഞ്ഞിട്ടായിരിക്കും വിട്ടിരിക്കുന്നത്? ഇനിയിപ്പോ ആര് വിളിച്ചാലും ഇല്ലെങ്കിലും ഞാൻ അവിടെ പോയി നിൽക്കുമായിരുന്നു മുമ്പ് തന്നെ. ചാരുവിന്റെ കഴുത്തിൽ താലി വീഴുമ്പോ ഞാൻ അവളുടെ അടുത്ത് തന്നെ വേണം. അത് അവളുടെ വാശിയാ, എന്റെയും. നിങ്ങൾ പൊയ്ക്കോ, പക്ഷെ എന്നെ വിളിച്ചേക്കരുത്. നിന്നെ ആരും വിളിച്ചില്ലല്ലോ. ഇനി വിളിച്ചൊക്കെ തന്നെ ചാരു നിന്റെ ആരും അല്ലല്ലോ. അമ്മേ, നമുക്ക് എന്തായാലും ചാരുവിന്റെ നിശ്ചയത്തിന് പോണം. പോവാം. ഒരു പൊടിയോത്ത് ചോരും നിശ്ചയവും. അച്ഛാ.